ഹലോ, വെൽക്കം ടു മൂന്നാർ. മൂന്നാറിൽ എത്തുന്നതിന് മുൻപ് വലത്ത് ഭാഗത്തായിട്ട് ഒരു വിരിപ്പാറ എന്ന് പറയുന്നത് വെച്ചാൽ വാട്ടർഫാൾസ് ആണ്. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് പോയാൽ മനസ്സിലാവും. ഒരു അടിപൊളി വാട്ടർഫാൾസ് ആണ്. നമ്മളിത് നടന്നിട്ടാണ്, അതായത് ആ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് നടന്നിട്ടുള്ളൊരു വൈബാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റൗണ്ട് അടിച്ചിട്ട് നേരെ വിരിപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുക്ക് എത്താം. ബട്ട് നമ്മളൊരു ഷോർട്ട് കട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നടന്നാണ് പോകുന്നത്. ചുറ്റോട് നല്ല തേയിലകളും ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഈ തേയിലകളും അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന പാറ, അങ്ങനെ ഒരു ചെറിയ ചീറ്റൽ മഴയും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കൂടി വന്നു കേട്ടോ. സിസ്റ്ററും എൻ്റെ ഫാമിലിയാണ്. ഏകദേശം നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. ഒരു 800 മീറ്റർ നടക്കാനെന്ന് പറഞ്ഞാൽ നമുക്കൊരു 1 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, മഴ നന്നായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ഒരു കോട വന്നു കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ. ഇതാണ് അവിടുത്തെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തെ വ്യൂ എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ നടന്ന് ഒരു 1 കിലോമീറ്ററോളം നടന്നിട്ട് നമ്മൾ ഈ വിരിപ്പാറ എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്കവിടെ ടിക്കറ്റ് എടുക്കണം. നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ്. അല്ല, നാച്ചുറലായിട്ട് ഇങ്ങനെ നമ്മൾ ഭാഗം ചെയ്യാത്ത ഒരു ഏരിയ അല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടിക്കറ്റ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നല്ല റെയിനാണ് കേട്ടോ, നല്ല മഴ വൈബിന് പറ്റിയ ഒരു അവസ്ഥ. അപ്പോൾ അവിടെ ബ്രദർ അവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോകുന്ന ആ ഒരു ഒരുപാട് പാറയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് അവിടെ നന്നായിട്ട് ഇങ്ങനെ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങാൻ ഉദ്ദേശത്തോടെയാണ് പോകുന്നത്. എന്തായാലും മഴ കൊണ്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഈ പാറയിൽ കണ്ടോ, നിറച്ചൊരു യെല്ലോ പച്ചപ്പായി നിൽക്കുന്നുണ്ട്. സ്ലിപ്പാവാനുള്ള നല്ല ചാൻസാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ നടന്ന് വരുന്ന വഴിക്ക് ഒരു ഡോഗ് ഞങ്ങൾ പിന്നാലെ കൂടി, നമ്മളൊരു കടിക്കാരാണോ നമുക്ക് തെറ്റിയടിച്ചു, പക്ഷേ നമ്മളെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് വന്നു കേട്ടോ. അതൊരുപാട് സമയം ഞങ്ങൾ ഫോളോ ചെയ്തു. അപ്പോൾ പേടിച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ബട്ട് അത് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടായിട്ട് ഇവിടെ വന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഈ മലയിലൊക്കെ മഴ നന്നായിട്ട് പെയ്യുന്ന സമയത്ത് വെള്ളം ഒരുപാടായിട്ട് വരുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ റീൽസിലൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ആൾക്കാർ ചോദിച്ചു അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെ പെട്ടെന്ന് വരാറില്ല. അവരോട് സ്ഥിരം നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്ലാൻ ചെയ്ത് ഒരുപാട് ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു ആ സമയം. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ അറ്റ്മോസ്ഫിയറിലുള്ള തണുപ്പ് പോലെയല്ല വെള്ളത്തിലിറങ്ങിയപ്പോൾ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും ഫ്രോസൺ ആവാത്ത, അതായത് നോർമൽ തണുപ്പ് കുടിക്കുന്ന വെള്ളമല്ലേ, ആ മാതിരി തണുപ്പുള്ളൊരു നല്ല തണുത്ത വെള്ളമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് പ്ലാനിങ് ഇറങ്ങുക എന്നുള്ളതാണ്. ഇറങ്ങാൻ വേണ്ടിയിട്ട് ഷോളൊക്കെ അഴിച്ച് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടന്നു. ചെരുപ്പിടാത്തതുകൊണ്ട് തന്നെ ഗ്രിപ്പില്ലാത്തതുകൊണ്ട് സ്ലിപ്പാവോ എന്നുള്ള പേടിയിലാണ് ഇങ്ങനെ ഇറങ്ങുന്നത് കേട്ടോ. പിന്നെ വെള്ളം മൊത്തത്തിൽ നനയണോ, ഇനിയിപ്പോൾ ഡ്രസ്സ് എങ്ങനെ ചേഞ്ച് ആക്കാൻ പറ്റുക, കാറിൽ നനഞ്ഞ് കയറണ്ടേ, അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലായിരുന്നു. ബട്ട് എന്നാലും വേണ്ടില്ല, ഞാൻ ജസ്റ്റ് ഇറങ്ങാം എന്ന് തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് ഒരുപാട് ആളുണ്ട് ഞങ്ങളുടെ ഫാമിലിൻ്റെ. എൻ്റെ ഹസ്ബൻഡും അതേപോലെ മോനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി ഞാൻ പയ്യെ ഇറങ്ങണോ വേണ്ടേ എന്ന് വിചാരിച്ച് ഇരിക്കും. പിന്നെ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നല്ല ക്ലിയറാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിലിറങ്ങിയ താഴെയൊക്കെ നമുക്കിങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ സിസ്റ്ററും ഇറങ്ങാം എന്ന് പറഞ്ഞു. പിന്നെ ഈ നോർമൽ ചില വെള്ളത്തിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഈ മീനുകൾ കൊത്തി നമുക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിളായിരിക്കും. ശരിക്കും ഫിഷ് സ്പാ അങ്ങനത്തെ ഒരു രീതിയിൽ എടുക്കുമ്പോൾ. ബട്ട് എനിക്ക് ഇത് അങ്ങനത്തെ ഒരു അനുഭവമൊന്നും ഇതിൽ നിന്ന് ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവരും ഇറങ്ങിയതുകൊണ്ടാവും ഫിഷിൻ്റെ ഒരു ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ ഫസ്റ്റ് അവൾ ഇറങ്ങില്ല വിചാരിച്ചിട്ട് നല്ല വെള്ളമാക്കി കൊടുത്തു. അപ്പോൾ അവൾ എൻ്റെ മേത്ത് കൂടി നല്ല തണുത്ത വെള്ളം കേട്ടോ. എന്നിട്ട് ആദ്യം പയ്യെ ഇങ്ങനെ നനച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു കയറുണ്ട്, അതായത് നല്ല ഫ്ലോ ആണ് വെള്ളത്തിന്. അപ്പോൾ നമ്മൾ ഒഴുകി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു കയറിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിന് പിടിച്ചിട്ട് വേണം നമ്മൾ
മേലോട്ട് കയറണത്. പിന്നെ ആ പാറേൻ്റെ പുറത്തു കൂടി നമ്മൾ കയറുക. അപ്പോൾ സ്ലിപ്പാവണ്ടെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ആ ഒരു കയറ് അവിടെ ഫിക്സ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയപ്പോൾ നല്ല വാട്ടർഫാൾസ്. അപ്പോൾ അതുവരെ അവിടെ ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് അവിടേക്ക് എല്ലാവരും വന്നത്. കാരണം അവർക്കൊരു ധൈര്യം അപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് എനിക്ക് പേടിയായിരുന്നു. കാരണം ഒരുപാട് വെള്ളം തലയിൽ കൂടെ വരുമോ, കല്ലൊക്കെ ഉരുണ്ട് വരുമോ എന്നൊക്കെ ആയിരുന്നു കണ്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് അവിടെ ഒരുപാട് ആളുകൾ എത്തി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകേണ്ട അവസ്ഥയായി. പക്ഷെ നമ്മൾ കുറേ അവിടെ സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടോ. നമ്മൾ വെള്ളത്തിലുള്ള ആ ഒരു എൻജോയ്മെൻറ്റ് നിർത്തിയിട്ട് കരയിലേക്ക് കയറാണ്. ഓക്കെ, ഇപ്പോൾ ചെറുതായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴക്ക്. അപ്പോൾ നമ്മൾ അവിടുന്ന് വൈൻഡപ്പ് ചെയ്തു പോകുന്ന ഒരു വ്യൂ ആണ്. അവിടെ ഇത്രക്കും ബ്യൂട്ടിഫുൾ ആണ് കാണാൻ കേട്ടോ. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല, ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അപ്പോഴത്തെ ഒരു കോടയാണ്. അതേപോലെ നമ്മുടെ ആകാശത്തും കണ്ടോ നല്ല ഒരു അറ്റ്മോസ്ഫിയർ. ഈ ഒരു അറ്റ്മോസ്ഫിയർ നിലനിൽക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടെൻറ്റൊക്കെ കെട്ടി നിൽക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ ഓടിച്ചാടി കളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ആ ഒരു സ്ഥലങ്ങൾ നോക്കി സ്പെൻഡ് ചെയ്തു. പിന്നെ ഈ ഓടിച്ചാടി കളിക്കാതെ പറഞ്ഞില്ലേ, അങ്ങനെ ഞാൻ ചെയ്തു. നല്ല എല്ലാവരും കുറച്ച് പിക്സും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ ഒരു ഡോഗ് നമ്മളെ പിന്നാലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല അറ്റ്മോസ്ഫിയറും നല്ല തണുപ്പും ചെറിയ മഴയൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഇങ്ങനത്തെ ഒരു, അതായത് ഓടിച്ചാടി നടക്കാനും അവിടെ ഒരു പ്രകൃതി ആസ്വദിക്കാനും ഉള്ള ഒരു മൈൻഡാണ്. അപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ്മെൻ്റാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്ക് ഇത് ഭയങ്കര ഒരു ഇതായി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം പോയതിന് ശേഷം നല്ലൊരു അടിപൊളി റിസോർട്ടാണോ, അവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷെ അത് റിസോർട്ടല്ല, അവരുടെ എന്തൊക്കെയോ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട്. ബട്ട് അതായത് ഈ തേയിലകൾക്കുള്ളിൽ ചുറ്റോടും തേയിലയാണ്. ആ തേയിലക്കുള്ളിൽ ഒരു വീട്, അതും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുപാട് ചെടികളും പിന്നെ നല്ല തണുപ്പും ആ ലൈറ്റിങ്ങും ഫ്രണ്ട് ചുറ്റോട് നോക്കിയാൽ തേയിലകൾ, അതേപോലെ നിറച്ച് അടക്കപ്പായത്തിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ പേരക്ക എന്ന് പറയുന്നത്. ഈ പേരക്ക നല്ല തണുപ്പ്, നമ്മൾ ഫ്രീസറിൽ വെച്ച അതേ ഒരു തണുപ്പാണ്. അപ്പോൾ നമുക്ക് തണുപ്പോട് കൂടി അത് പറിച്ച് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ, ഒരുപാട് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ പേരൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു, ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് ചാടിയും പിന്നെ ബ്രദറ് സിസ്റ്ററിനെ ഇങ്ങനെ എടുത്ത് പൊക്കി കൊടുത്ത് അങ്ങനെ ഒരുപാട് പേരൊക്കെ പറിച്ചു. ഇതൊക്കെ തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഒരുപാടുണ്ട് കേട്ടോ. അവർക്കതൊന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്നും അവർക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക്. ബട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുണ്ടാക്കുന്ന നൂഡിൽസ്, ചിക്കൻ ഫ്രൈ, പിന്നെ ഫ്രൈഡ് റൈസ്, പൊറോട്ട, ബീഫ്, അത് സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് മോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു നൂഡിൽസ് ഓർഡർ ചെയ്തിരുന്ന, ബട്ട് അവർ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ചൂടും ഈ പെപ്പർ പൗഡർ ഇട്ടുകൊണ്ടാണ് മോനത് കഴിക്കേണ്ടത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൊറോട്ട, ബീഫും ഓരോരുത്തരും ഓരോ ഐറ്റംസാണ് പറഞ്ഞത്. ഞാൻ പൊറോട്ടയും ബീഫും, പിന്നെ അവരെന്തൊക്കെയോ ചിക്കൻ കടായി അങ്ങനത്തെ ഓർഡർ ചെയ്തു. പക്ഷെ അതൊക്കെ ഫ്ലോപ്പായിട്ടുണ്ട്. ഈ ബീഫും പൊറോട്ട അതേപോലെ ഫ്രൈഡ് റൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ് ഫുഡ് എന്നുള്ളത് നമ്മളൊക്കെ പോയി. പിന്നെ നമ്മൾ ഹോട്ടൽ റൂം എടുത്തത് ഈ ഹോട്ടൽ റൂമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഒരു റിവറുണ്ട്, ഹിഡൻ ഹോളിഡേയ്സ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഓപ്പോസിറ്റ് റിവറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാൽക്കണിയൊക്കെ തുറന്നാൽ അത് കാണാൻ പറ്റും. പിന്നെ അവിടെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്തുകൊണ്ടും നല്ല ഒരു റൂമായിരുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ റെൻറ്റിൽ നമുക്കിത് സെറ്റായി 2 റൂം നമുക്ക് കിട്ടി. നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ടായതുകൊണ്ട് 2 റൂം നമുക്ക് സെറ്റായി. റൂമിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്.
ബട്ട് നമ്മൾ പിന്നെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അവിടെ അത്ര ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കഴിച്ചില്ല. മൂന്നാറുള്ള ഹിഡൻ ഹോട്ടലിലാണ്. അപ്പോൾ ഞങ്ങൾ എടുത്ത റൂം ജസ്റ്റ് കാണിക്കാം. വലിയ സെറ്റപ്പൊന്നുമല്ല, ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ. തണുപ്പെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്വിറ്റ്സർലൻഡ് പോലത്തെ അങ്ങനെ തണുപ്പൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് റൂം കാണാം. ഇവിടെ ഒരു എലിഫൻറ്റിൻ്റെ ഒരു പിക്ചർ ഉണ്ട്. ഭയങ്കര ഒരു ഇംപ്രസീവായിട്ടുള്ളൊരു, കുഴപ്പമില്ല, കിടക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ഇംപ്രസീവായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നി. പിന്നെ ഒരു സിംഗിൾ റൂം, 2 പേർക്ക് കിടക്കാൻ പറ്റിയ ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് റോഡൊക്കെ കാണാൻ പറ്റും. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റൂമില് റിവറൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാലും നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് അവിടെ ഇരുന്ന് വൈബാക്കാം. ഫോറസ്റ്റ് ഏരിയ ആണ്, ബട്ട് അതിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ ഒരു റിവറുള്ളതുകൊണ്ട് നല്ലൊരു അടിപൊളി വ്യൂ ആണ്. മോർണിംഗ് നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട ഫുഡിൻ്റെ മെനു ഈ റൂമിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ അവരിങ്ങനെ എത്തിച്ചു തരും. അപ്പോൾ ടൗണിൽ തന്നെയാണ് ഈ ഒരു ഇത്. നമുക്ക് വേണമെങ്കിൽ റൂമൊക്കെ അടിച്ചിട്ട് രാത്രി ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങാനൊക്കെ ചെയ്യാം. നടന്നിട്ട് തന്നെ പോവാം. ഇത് നമ്മളെ റൂമിൻ്റെ ഓപ്പോസിറ്റ് ഫാമിലിക്ക് വേണ്ടിയിട്ട് എടുത്ത റൂമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാൽക്കണിയാണ് ഏറ്റവും ഒരു നല്ല ഒരു അടിപൊളിയായിട്ടുള്ളത്. അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മുടെ ക്യാമ്പ് ഫയർ നടക്കുന്നത് ഈ ഒരു ചെസ് ബോർഡ് പോലുള്ള ഇരിക്കുന്ന ഒരു ഈ ഹാളിലാണ്. അതാണ് ക്യാമ്പ് ഫയറിൻ്റെ അടുത്തത്. പിന്നെ അവിടെ ഫോറസ്റ്റ് ആണ്. ഇവിടെ നിന്നാൽ തന്നെ നല്ല ഒരു ഈ റിവറിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ മോർണിംഗ് ആണെങ്കിൽ ശരിക്കും കാണാനും സാധിക്കും. ഇനി നമുക്ക് നൈറ്റിലെ ഒരു സ്കിൻ കെയർ കാണാം. എന്താണെന്ന് വെച്ചാൽ അധികമൊന്നുമില്ല, ഒരു ഡാം ഡോക്കിൻ്റെ ഒരു സിറം ആണ്. ഇത് ഞാൻ എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു കാര്യമെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടു. അപ്പോൾ ഈ ഡാം ഡോക്കിൻ്റെ ഒരു സിറം ഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ അതാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ഭാഗത്തും ജസ്റ്റ് ആക്കിയിട്ട് ജസ്റ്റ് പരത്തി കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഓയിലി ആയിട്ട് ഇങ്ങനെ നിൽക്കൊന്നുമില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്കിന്നിൽ അത് അബ്സോർവായിട്ട് പോവുക ചെയ്യാം. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ഫീലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഡെയിലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഡെയിലി ചെയ്യാറില്ല. ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായിട്ട് ആ ഡ്രൈനെസ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ടുന്നുള്ളൂ. പിന്നെ ഒരു ബേബി ലോഷനാണ്. നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുമ്പോൾ ഈ ബേബി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിലധികം കെമിക്കൽസും പിന്നെ സോപ്പാണെങ്കിൽ തന്നെ അധികം കാരം യൂസ് ചെയ്യാത്തതായിരിക്കും. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ബെറ്ററായിരിക്കും. ഈ ബേബീസിന് യൂസ് ചെയ്യുന്ന സാധനം അധികം കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും
നോക്കിയാൽ ഇങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെ. ആ സൈഡിൽ, അതായത് ആ ഫോറസ്റ്റിൻ്റെ കുറച്ച് അപ്പുറത്ത് കണ്ടോ, അവിടെ ഒരു റിവർ ഒഴുകുന്നുണ്ട്. ഭയങ്കര ചെളി വെള്ളമാണ് അതിൽ. ബട്ട് ഞാൻ വിചാരിച്ച അത്ര ഒരു റിവർ ഉണ്ടെന്നൊക്കെ വിചാരിച്ചത് നമ്മൾ ഭയങ്കര കണ്ടോ ചെളി വെള്ളമാണ് അതിൽ, അടിപൊളിയാണൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അത്രക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു റൂമായിരുന്നു കേട്ടോ. പിന്നെ സെക്കൻഡ് ഡേ മൂന്നാർ. നമ്മൾ ഫസ്റ്റ് പോയത് ഒരു ഇരവിക്കുളം നാഷണൽ പാർക്ക് മൂന്നാറാണ്. ഇവിടെ നമ്മൾ ഉള്ളിൽ കയറിയാൽ എന്തായിരിക്കും എന്നുള്ളത് അറിയില്ലായിരുന്നു. ജസ്റ്റ് ഉള്ളിൽ കയറി നോക്കിയപ്പോൾ നല്ലൊരു ഫ്രെയിം, നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ ടിക്കറ്റ് എടുത്തിട്ട് പോവാന്നുള്ളതാണ്. അതിനുള്ളിലുള്ള ഒരു ചായക്കടയാണ്. ഇതിവിടെ നല്ല കേക്കും പിന്നെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ ടിക്കറ്റ് എടുത്തിട്ട് അവർ നമ്മളെ വെയിറ്റ് ചെയ്യണം. നമ്മളൊരു ക്യൂവിലൊക്കെ നിന്ന് വെയിറ്റ് ചെയ്ത് അവിടെ നമ്മളെ ഒരു കറക്കി കൊണ്ടുപോവുക ചെയ്യുക. അതായത് ബ്യൂട്ടിഫുള്ളായ ഒരു ഏരിയയിൽ ചെന്നെത്തിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോറി, അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്തിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ ബ്രിട്ടീഷുകാർ വേട്ടയാടി പിടിച്ചിരുന്ന ഒരു ഗോട്ട് ആടുകളുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു സംരക്ഷണത്തിനും വേണ്ടിയിട്ട് അതൊരു നാഷണൽ പാർക്കായിട്ട് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഈ ബസ്സിൽ ടിക്കറ്റൊക്കെ എടുത്ത് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന ഇത് കണ്ടോ, ഇത്രയും ലൈൻസാണ്. ഇവരെല്ലാം ഓരോരോ ബസ് ഇങ്ങനെ വരും. അതായത് അവിടെ കൊണ്ടിറക്കിയിട്ട് ആ ബസ് ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരെ പിക്ക് ചെയ്ത് അവിടെ ഇറക്കും. അങ്ങനെ ഓരോരുത്തർ കയറിയ ദിവസമാണ് നമ്മുടെ ബസ് എത്തി. അത്യാവശ്യം നല്ല ക്യൂ നിന്നിട്ടുണ്ട്. നമ്മുടെ ബസ് എല്ലാവരും നമ്മൾ ഒരുമിച്ച് കയറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരു ബസ്സിൽ തന്നെ ഉൾപ്പെട്ടു. നമ്മളൊരു 5-6 ആളുകളുണ്ടായിരുന്നു. അപ്പം ആ ബസ്സിൽ പോകുമ്പോഴുള്ള ഒരു ഏരിയ ബ്യൂട്ടിയാണിത്. അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് നേരം നോക്കിയിരുന്നാലും മതിയാവില്ല. നല്ലൊരു സ്മൂത്തായിട്ടാണ് ബസ് പോകുന്നത്. അതുപോലെ അറ്റ്മോസ്ഫിയർ ഈസ് വെരി ഗുഡ്. നല്ല തണുപ്പും പിന്നെ തേയിലകളും വെറൈറ്റി കട്ടുകളിലുള്ള നല്ല അടിപൊളി കേട്ടോ. ബാക്കിൽ പാറയും പിന്നെ ഇടയ്ക്ക് ഓരോ വാട്ടർഫാൾസും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കുകയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ബട്ട് ഇവർ അത് അധികം അങ്ങോട്ട് നമ്മളെ ഇതാക്കുന്നില്ല. ബട്ട് നമ്മൾ നേരെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ എത്തിയിട്ടാണ് മെയിൻ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അവർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നല്ല സ്ഥലത്തുമ്പോൾ സ്ലോ ആക്കി തരുന്നൊക്കെ ഉണ്ട്. ബട്ട് KSRTC ഒക്കെ ഇങ്ങനെ പോകുന്ന ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വേണമെങ്കിൽ നമുക്ക് അവിടേക്ക് നിർത്തിയിരുന്നാൽ ഇറങ്ങി ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഇവിടെ ഒരുപാട് തേയിലകൾ കരിഞ്ഞ് കിടക്കുന്നുണ്ട്. അതായത് കട്ട് ചെയ്തതിന് ശേഷം എന്താണ്. അപ്പോൾ ഇതാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക്. നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്താണ് നമ്മൾ കയറ്റിയതും. അപ്പോൾ ഇവിടെ ഒരു ആടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു ആട് ആണ് ഇവിടുത്തെ ഒരു കാണാനുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള അവിടുത്തെ ഒരു ഏരിയയും പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസാരകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ആട് കണ്ടോതാ, ഈ ഒരു ലുക്കിലുള്ള ആടാണ് ഇവിടുത്തെ ഒരു ഈ സ്റ്റോറിയുടെ പിന്നിലുള്ള ആട്. അപ്പോൾ ഈ ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ നല്ല ഒരു വ്യൂ ആണ്. പിന്നെ ഒരു ഈ മരം മുള കൊണ്ടുണ്ടാക്കിയ ചെയറുകളൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുകൊണ്ട് ഈ ആടിങ്ങനെ സ്പീഡിൽ, ഭയങ്കര സ്പീഡാട്ടോ. അത് നമ്മൾ അതിനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആട്ടമൊക്കെ ചെയ്താൽ നല്ല ഫോഴ്സിലാണ് ഓടി പോകുന്നത്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ പുല്ല് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീട്ടിയപ്പോൾ അതിങ്ങോട്ട് ഇറങ്ങി വന്നു, അത് കഴിക്കുകയാണ്. ബട്ട് അതിനിങ്ങനെ തൊട്ട സമയത്ത് കയ്യുമൊക്കെ ഒരു ഡാർക്ക് കളർ ഉണ്ടായിരുന്നു. ഇതിൽ പെയിൻ്റ് അടിച്ചതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ബട്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ ആടിനെ ഒരുപാട് സമയം നമുക്ക് കിട്ടി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടില്ലേ, എല്ലാവരും നല്ല പിക്സും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല ഒരു താഴോട്ട് നോക്കിയാൽ ലോങ് വ്യൂ ആയിട്ട് നമുക്ക് ഒരുപാട് തേയിലകളും മരങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങൾ കാണാം. ബട്ട് നമ്മൾ അവിടുത്തെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ ഇട്ട ഡ്രസ്സ് സെയിമാണ്. ഞാനും സിസ്റ്ററും ഏകദേശം ഒരു സെയിം ഡ്രസ്സാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പോകാൻ നേരത്ത് നമുക്ക്
കാരണം നല്ല വലിയ കൊമ്പുകളൊക്കെ ഉണ്ട്. ചിലപ്പം അതിന് അങ്ങനത്തെ ഒരു ചിന്ത വന്നാൽ നമ്മളൊക്കെ കുത്തി തള്ളിയിട്ടത് പോവും. അത് മെയിനായിട്ട് ഇങ്ങനെ, അതായത് ആരുമില്ലാത്ത സമയത്ത് അത് എൻജോയ് ചെയ്യുന്ന ഒരു ഇടം ആയിരിക്കും. അതുകൊണ്ട് അത് ആളുകളുടെ ഇടയിലൊന്നും വരാൻ മടിയില്ല. പിന്നെ മുളയുടെ ചെയറുകളൊക്കെ ഉണ്ട്. നല്ല ഇതാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെറൈറ്റിയാണ്. ഒക്കെ വീട്ടിലൊക്കെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ബസ്സിന് തന്നെയാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇരവിക്കുളം നമ്മൾ ബസ് കയറിയ സ്ഥലത്തെത്തി. അവിടുത്തെ ഒരു ചായക്കടയും ഫസ്റ്റ് കാണിച്ചിരുന്നു. അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ കേക്ക്. ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്കാണ് ഇത്. അത്ര അങ്ങോട്ട് പോരാ. പിന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ പാത്രത്തിൽ നമുക്ക് ആ പാത്രം കഴിക്കാം. ബിസ്ക്കറ്റാണ്, അതിലൊരു ചോക്ലേറ്റ് ഉള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നു. അത് വാങ്ങണോ വേണ്ടേ, ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് വാങ്ങിയാൽ. ബട്ട് നമ്മൾ വാങ്ങിയതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞതാണ്. ഇതാണ് സാധനം പറഞ്ഞാൽ വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് മിസ്സാവുമായിരുന്നു. അത്ര ഉള്ളിലെന്ന് കാരണം കേക്കാണോ ചോദിച്ചാൽ കേക്കാണ്. ബട്ട് ഒരു ഈത്തപ്പഴം അതൊക്കെ ഒരു ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ. ബൈ. നെക്സ്റ്റ് വീഡിയോ.